ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യത്തിൽ ഇത് വീഡിയോ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല, ഇതൊരു ഓഡിയോ ക്ലിപ്പാണ്. ഇന്ന് എനിക്ക് ഒരു വീഡിയോ ഇടാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് എടുത്ത് വെച്ചിരുന്ന കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 2-3 ദിവസത്തിന് മുന്നേ ഒരു ചേച്ചി ഇങ്ങനെ ബസ്സിനകത്തു നിന്ന് വന്ന് ഇറങ്ങിയപ്പോൾ മോതിരം നമ്മളെ ബസ്സിൻ്റെ ആ ഇറങ്ങുന്ന ഭാഗത്ത് ആ കമ്പിയിൽ ഉടക്കി വിരൽ നഷ്ടപ്പെട്ടു പോയ ഒരു വീഡിയോ എൻ്റെ കണ്ണിൽ പെട്ട്. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം ശ്രദ്ധയില്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്ത് എന്നുള്ള ചെറിയൊരു ഭാഗം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെല്ലാം എഡിറ്റ് ചെയ്തെല്ലാം വെച്ചിരിക്കുമായിരുന്നു ഇന്ന് ആ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കർട്ടൻ, നമ്മുടെ കർട്ടൻ എടുത്തിടാനായിട്ട് 2 ആണി അടിച്ചിട്ട് ആ കർട്ടൻ എടുത്തിട്ട്, അപ്പോൾ അതിന് ഹോളില്ല. അപ്പോൾ ഞാൻ എന്തായെന്ന് വെച്ചാൽ കത്രിക എടുത്തുകൊണ്ട് വന്ന് ആ കർട്ടൻ്റെ സൈഡിൽ ഹോൾ ഇടാനായിട്ട് നല്ല പ്രസ് ചെയ്ത് കുത്തി. അപ്പം കത്രിക തുറന്ന് വെച്ചിട്ടാണ് ഞാൻ കുത്തിയത്. അപ്പോൾ ആ കുത്തി കർട്ടൻ ഇങ്ങനെ കുത്തി ഹോൾ ഇടാൻ പോയതും അത് സ്ലിപ്പായി എൻ്റെ തള്ളവിരലിൽ നല്ലോണം അങ്ങ് മുറിഞ്ഞെന്ന് പറയാം, മുറിഞ്ഞു എന്നല്ല, അത് കട്ടായി. അതായത് കത്രിക നമ്മൾ കട്ട് ചെയ്യുന്ന എങ്ങനെ അതേപോലെ കട്ടായി വിരൽ, എൻ്റെ ചൂണ്ടുവിരൽ ഫുള്ളും അല്ല, എൻ്റെ മുക്കാൽ ഭാഗത്തോളം അങ്ങ് കട്ടായി. ഞാൻ അതിൻ്റെ ആ ഒരു ചെറിയൊരു ഭാഗം ഞാനൊന്ന് കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് കണ്ടിട്ട് എൻ്റെ മേലെല്ലാം കൂടെ പെരുത്ത് വന്നെങ്കിലും ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. വീഡിയോ എടുത്ത് കഴിഞ്ഞ് എൻ്റെ പൊന്നെ, ഞാൻ ബോധം കെട്ടൊരു വീഴ്ച വീണ്. ബ്ലഡൊന്ന് ഒരു 3-4 കുപ്പി ബ്ലഡെങ്കിലും എൻ്റെ ശരീരത്തിൽ പോയി. ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. വീട്ടിലാരുമില്ല. പിള്ളേർ 2 പേരും കൂടെ ഒരു കാർട്ടൂൺ ഫിലിം ഇന്ന് റിലീസായിരുന്നു. കൊട്ടിയം ലുലു മാളിൽ പോയിരുന്നു. 10:30-ക്കുള്ള ഷോയ്ക്ക് പോയതാണ്. ഞാൻ കിടന്ന് കാർട്ടൂണല്ല, ആനിമേ കാണാൻ പോയത്. ഞാൻ ആ ബ്ലഡ് ശേഷിക്കെന്ന് പറഞ്ഞാൽ ശേഷിക്ക് ബ്ലഡ് പോയി എൻ്റെ ശരീരത്തിൽ നിന്ന്. അപ്പോൾ അന്നേരം ഞാനത് എടുത്തെങ്കിലും എനിക്ക് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയാൻ വയ്യാതായിപ്പോയി. കാരണം അന്ന് രാവിലെ ഒരു വക കഴിച്ചതും ഇല്ലായിരുന്നു, കഴിക്കാനൊക്കെ ആയിട്ട് എടുത്തതായിരുന്നു കഴിക്കാൻ. അപ്പോഴാണ് ഈ കർട്ടൻ ഒന്ന് ശരിയാക്കി ഇട്ടിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ അന്നേരം അപ്പോഴത്തേക്ക് തലയെല്ലാം കൂടെ കറങ്ങി ബോധമെന്ന് പറഞ്ഞാൽ നമ്മളില്ല എനർജി ഇല്ലാതെ കുഴഞ്ഞ് വീഴത്തില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് ഞാനങ്ങ് കുഴഞ്ഞ് വീഴുകയാണ് ചെയ്തത്. പിന്നെ ഒരു 1.5-2.5 മണിക്കൂറോളം ഞാൻ അവിടെ ആ ബോധം കെട്ടൊരു കിടത്തേം കിടന്നു, ആ ബ്ലഡിൻ്റെയൊക്കെ പുറത്ത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിള്ളേർ വന്നപ്പോഴത്തേക്ക് ഒരുവിധം റിലാക്സ്ഡായി, കിടന്ന് നൂന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായി. അപ്പോൾ കുറച്ച് ഫുഡും എല്ലാം കൂടെ പെട്ടെന്ന് കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് എത്തിയ പാടൊന്നും എനിക്കറിയാൻ മേല, സത്യമായിട്ട് ഞാൻ പറയും, എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ചെന്ന് എത്തിയതെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് മരവിപ്പിക്കാനായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പെടുന്ന പാടാണ് ഡോക്ടർ. എനിക്ക് ഭയങ്കരമായിട്ട് മേല് പരിക്കും. എൻ്റെ ശരീരം നൊന്ത് കഴിഞ്ഞാൽ ഞാൻ ബോധം കെട്ട് നിലത്ത് വീഴും, കാരണം എനിക്ക് താങ്ങാനുള്ള ശക്തിയില്ല ശരീരത്തിനെ. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആ മുറിവിൻ്റെ ആ ഭാഗത്ത് തന്നെ അത് കുത്തിയാലല്ലേ അവിടെ മരവിക്കത്തുള്ളൂ. എങ്ങനെയെങ്കിലും പിന്നെ മോനായിരുന്നു കൂടെ വന്ന്, അവനെ കൈ അള്ളിപ്പറിച്ച് ഒരു നാശമാക്കിയിട്ടുണ്ട്, പേടിച്ച് വെച്ച്. എന്നാലും അവിടെ കുത്തി കയറ്റി. എനിക്ക് കാണാം, എൻ്റെ പൊന്ന്. പിന്നെ ഒരു വിധത്തിൽ ഡോക്ടർ എങ്ങനെയെങ്കിലുമൊക്കെ ആ മുറിവിൽ തന്നെ ഒരു 4 പ്രാവശ്യം അങ്ങോട്ട് മയക്ക് എടുത്തു. കാരണം ആ ഭാഗത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മരവിച്ചോന്ന് ചോദിച്ചു. പിന്നെ ഞെക്കിയപ്പോൾ കാണാം ഇപ്പുറത്തെ സൈഡ് ഭയങ്കര വേദന. അങ്ങനെ പിന്നെ അവിടെയും അതേപോലെ മയക്ക് ഇഞ്ചക്ഷൻ എടുത്തു. എനിക്ക് ഒരു തരത്തിൽ സത്യം എനിക്ക് ഇപ്പോഴും എനിക്ക് അറിയാൻ പറ്റും, ഞാനിത് വീഡിയോ എടുത്തത് പോലും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടിരിക്കുക. ഞാൻ മോനോട് പറഞ്ഞിടാം, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ഇടുന്നതും ബാക്കി ക്ലീൻ ചെയ്യുന്നതൊക്കെ വീഡിയോ മോൻ എടുക്കണേന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ഇത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ഒരു ചെറിയൊരു അശ്രദ്ധ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഭാഗത്തിന് വരുന്ന ഒരു വൈകല്യം എത്ര പെട്ടെന്നാണ് നമുക്കൊക്കെ ഓരോന്ന് സംഭവിക്കുന്നത്. അതാണ് അത് ഇഞ്ചക്ഷൻ എന്തായാലും എടുത്തു കഴിഞ്ഞതാണ്ട് ഇവിടെ സ്റ്റിച്ച് ഇടയിൽ തുടങ്ങി. ക്യാമറ അവൻ്റെ കയ്യിലിരുന്ന് വിറയ്ക്കുമായിരുന്നു. അവനെടുക്കാൻ ഞാൻ ഇത് കാണുന്നില്ല, സത്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ കണ്ണടച്ച് ഇറുക്കി പിടിച്ച് വെച്ച് തിരിഞ്ഞ് കിടക്കുമായിരുന്നു. എനിക്ക് കൊള്ളാം, ഇത് നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ അന്ന് ആ സ്റ്റിച്ച് പോലും ഇടാൻ പറ്റത്തില്ലായിരുന്നു അവിടെ.
പിളർന്ന് വാരി, കാരണം അത്ര ഭാഗം അറ്റ്, ഇത് ഒരു ഭാഗമല്ല മുറിഞ്ഞത്. നമ്മൾ ആ കത്തി നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ 2 സൈഡ് ഒരേപോലെ കട്ടായി. സത്യം പറഞ്ഞാൽ ആ കത്രികയ്ക്ക് വളരെ മൂർച്ച കുറഞ്ഞൊരു സാധനമായിരുന്നു. പക്ഷെ അത്രത്തോളം പവർ ഞാൻ കൊടുത്തിട്ട് അത് അങ്ങനെ കയറി കൈക്കകത്ത് കയറി ഞാൻ കൊണ്ടത്. ഞാനത് കിഴുത്തിടുകയാണ് ചെയ്തത്. കാരണം ആ കർട്ടൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഹോളിട്ടിട്ട് അതിനകത്ത് ടോയിൻ കയറ്റി ആണി പിടിച്ച് കെട്ടാമെന്നുള്ളൊരു ധാരണയും ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഈ 2 വിരലിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് കർട്ടൻ പിടിച്ചിട്ട്, ആ ചൂണ്ടുവിരൽ അത്ര ശക്തി കൊടുത്തത് കൊണ്ടാണ് ആ ചൂണ്ടുവിരൽ അങ്ങനെ അങ്ങ് കയറിപ്പോയത്. എനിക്ക് എൻ്റെ പൊന്നെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരൊറ്റ കാര്യം, നമ്മൾ ഒരു ബ്ലേഡ് പോലും നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം എടുത്ത് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. കാരണം എന്താണ് സംഭവിക്കുന്നത് നമുക്ക്, കാരണം എൻ്റെ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞാൽ എൻ്റെ ബ്ലഡ് ഫുള്ളും പോയി. വിളറി വെളുത്ത് ഇരിക്കാൻ പോലും പറ്റാത്ത ബോധം കെട്ട്, ഞാൻ പറഞ്ഞില്ലേ ബോധം കെട്ട് പോയി ഞാനങ്ങ്. എനിക്ക് എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ ശരീരത്ത് വേദന താങ്ങത്തില്ല. എന്നാൽ 2ഉം സിസേറിയൻ തന്നെ ആയിരുന്നു. ആ വേദന നമ്മൾ സഹിച്ചു. എങ്കിലും നമ്മൾ വേറൊരാളുടെ കൈ മുറിഞ്ഞെന്ന് കണ്ടാൽ പോലും ഞാൻ ബോധം കെട്ട് വീഴുന്നൊരു വ്യക്തിയാണ്. ഞാൻ എടുത്തു വെച്ച വീഡിയോ അതാണ് നിമിത്തം എന്ന് പറഞ്ഞാൽ, ഞാൻ എടുത്ത് നിങ്ങൾക്ക് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ മനോരമ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ റിപ്പോർട്ടർ വിരൽ മോതിരം ഉടക്കി, ബസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് മോതിരം ആ കമ്പിയിൽ ഉടക്കി. അവരറിയുന്നില്ല. സ്പോർട്സിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് താഴെ വന്നപ്പോൾ കൈക്ക് എന്തോ ഒരു പെരുപ്പ് കണക്ക് നോക്കിയപ്പോൾ കാണാം അത്രയും വിരലില്ല, മൊത്തത്തിൽ മുറിഞ്ഞു പോയി. വിരൽ കട്ടായി പോയതാണ് കാണിച്ചത്. നാളെ ഞാൻ ആ വീഡിയോ എന്തായാലും ഇടാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നോക്കിയേ, ഇങ്ങനെ 2ആയി പോയ എൻ്റെ വിരലാണ് ഇപ്പം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നു. എൻ്റെ പൊന്നു ഫ്രണ്ട്സ്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന പലതും നമുക്ക് പല പണിയും തരും. നമ്മൾ വളരെ കെയർ ചെയ്യണം. വളരെ കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇത് എൻ്റെ അനുഭവം, എൻ്റെ പാഠമാണ്. ഇത് നിങ്ങളിൽ എത്തിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തത്. സത്യസന്ധമായിട്ട് പറയുക. എന്തായാലും എൻ്റെ പൊന്നെ, ഞാൻ പോകുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാലെന്ന് പറയുന്നത് ക്രൂരതയാണെന്നറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു പോകുന്നു. അപ്പോൾ എന്തായാലും നാളെ ഞാൻ മറ്റേ വീഡിയോ വിശദമായിട്ട് ഇടുന്നതായിരിക്കും. അതും കണ്ടു നോക്കണം. നമ്മുടെ കെയറിങ് നമുക്ക് ആവശ്യമാണ്. നമ്മൾ കെയർലെസ് ആയിട്ട് കളയുന്ന പല കാര്യങ്ങളും നമുക്ക് പലതും നഷ്ടം ഉണ്ടാക്കി തരും. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു വെരി മച്ച്.